സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ നടത്തിയ യുവതിക്ക് നഷ്ടമായത് കൈയിലെയും കാലിലെയും വിരലുകൾ. അടിവയറ്റിലെ കൊഴുപ്പ് മാറ്റാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നീതുവിനാണ് ദുരനുഭവം ഉണ്ടായത്. തിരുവനന്തപുരം അരശമുട്ടിലെ ആശുപത്രിയിലാണ്. ഈ ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ അവശ നിലയിലാണ്. ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞത് ബന്ധുക്കളടുത്ത് അറിയിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ 2% ഉള്ളൂ റീ ഓപ്പൺ ചെയ്താൽ രക്ഷപ്പെടുന്നത്. ഞങ്ങൾക്ക് 2% വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തിട്ട് ഡോക്ടർ വന്നു പറഞ്ഞു രാത്രി ഒരു 3 മണിയാവും. 3 മണിയായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു മിഷ്യന്റെ സഹായത്തോടെ BP തിരിച്ചു കിട്ടിയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ കണ്ണു തുറന്നു. സംസാരിക്കില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞാണ് സംസാരിച്ചത്. പിന്നെ ഞങ്ങൾ കാണുന്നത് കൈയും കാലും ഒക്കെ കറുത്ത് വയറും ഒക്കെ കറുത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ BP കുറവായതുകൊണ്ട് രക്തയോട്ടം നിലച്ച് അവിടെ കോട്ടിംഗ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ കാലക്രമേണ 22 ദിവസം ICUയിൽ കിടന്നു, വെന്റിലേറ്ററിൽ ആയിരുന്നു. 36 ദിവസം അന്ന് മൊത്തം നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നു. അതിനിടയ്ക്ക് വയറ് പഴുത്ത് ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. അതും വെച്ചുകൊണ്ടാണ് കുട്ടി കിടന്നത്. അത് കുട്ടി തന്നെ ചേർക്കാൻ പറ്റില്ല, തൊലികളൊന്നുമില്ല. അതുകൊണ്ട് 36 ദിവസം കഴിഞ്ഞ് അവർ പറഞ്ഞു ഇപ്പം മെഡിസിൻ ഒന്നുമില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഹോസ്പിറ്റൽ എന്നാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനുശേഷം അന്വേഷിച്ചപ്പോൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് വേണം. അത് നിലവിൽ ആ സ്ഥാപനത്തിനില്ല. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഈ തിരുവനന്തപുരം അരശമുട്ടിലെ കോസ്മെറ്റിക് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഈ രീതിയിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നത്. ഈ യുവതിയുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? കാരണം ഈ രീതിയിൽ ഒരു ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണോ? കൃത്യമായ യോഗ്യതകളോടുകൂടി ഉള്ള ഡോക്ടർമാരാണോ ഇതൊക്കെ ഈ ചികിത്സയൊക്കെ നടത്തുന്നത്? അങ്ങനെയല്ല എന്ന് വേണം കരുതാൻ. കാരണം യുവതിയുടെ ആരോഗ്യം ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. സാധാരണ രീതിയിൽ കോസ്മെറ്റിക് സർജറികൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ട ചില ചികിത്സകൾ കൂടിയുണ്ട്. പക്ഷേ അതിന് തയ്യാറാകാതെ യുവതി അവർ തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. വീട്ടിലെത്തുമ്പോഴാകട്ടെ വലിയ ക്ഷീണം അനുഭവപ്പെട്ട ഡോക്ടറെ അറിയിച്ചപ്പോൾ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാനാണ് നിർദ്ദേശം നൽകിയത്. അതിനുശേഷം യുവതിയുടെ ആരോഗ്യത്തിൽ രാത്രി വീണ്ടും വഷളായി. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഈ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവർ ആദ്യം പറഞ്ഞത് അവിടുന്ന് പെട്ടെന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അതായത് കുടുംബത്തിന്റെ കൂടി അനുമതി ഇല്ലാതെയാണ് മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ മാറ്റിയത്. അവിടെ എത്തുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ആഴ്ചകളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇവർ ജീവൻ നിലനിർത്തിയത്. അതിനുശേഷം ഈ മുറിവ് വീണ്ടും തുറക്കേണ്ടി വന്നു. സർജറി ചെയ്ത അടിവയറ്റിലെ മുറിവ് വീണ്ടും തുറക്കേണ്ടി വന്നു. അതും കഴിഞ്ഞ ശേഷമാണ് വീണ്ടും ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയും ഒടുവിൽ അണുബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു. അണുബാധ കൂടി വന്നതോടുകൂടി ഇവരുടെ വിരലുകൾ ഇടത് വശം തളർന്നു പോകുന്ന അവസ്ഥ, അവിടേക്ക് രക്തയോട്ടമില്ലാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെ ഇടതു കാലിലെ 5 വിരലുകളും ഇടതു കൈയിലെ 4 വിരലുകളും മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നലെയാണ് ആ സർജറി നടന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കുട്ടി ആശുപത്രിയിൽ തുടരുകയാണ്. ഈ ആശുപത്രിക്ക് മറ്റ് ലൈസൻസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത്. കാരണം പേട്ടയിൽ നേരത്തെ ആശുപത്രി തുടങ്ങിയിരുന്നു, അവിടെ അത് പൂട്ടിപ്പോയി. അതിനുശേഷമാണ് അരശമൂടിൽ വീണ്ടും ഈ ആശുപത്രിയുടെ മറ്റൊരു സ്ഥാപനം, മറ്റൊരു ബ്രാഞ്ച് തുടങ്ങിയത്. അവിടെയാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായതായ പരാതിയും വരുന്നത്. ഏതായാലും ഈ സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും ഈ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അവിടെയൊക്കെ ഇനി വരേണ്ടത് കൃത്യമായി പ്രധാനമായും മെഡിക്കൽ ബോർഡ് കൂടി വേണം, DMO മെഡിക്കൽ ബോർഡ് കൂടി വേണം ഈ ചികിത്സയിൽ പിഴവുണ്ടായോ എന്നൊക്കെ കണ്ടെത്തേണ്ടത്. ആ നടപടികൾ ഇതുവരെ മുന്നോട്ട് പോകുന്നില്ല. പോലീസും അന്വേഷണത്തിന്റെ ഭാഗമായി ഇതിന്റെ ഉടമയെ കസ്റ്റഡി എടുക്കാനോ ഒന്നും തയ്യാറായിട്ടുള്ള പരാതിയും കുടുംബത്തിലുണ്ട്. ഏതായാലും 4.5 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് ഈ പെൺകുട്ടിക്ക് ഉള്ളത്. ആ കുട്ടികളുടെ ജീവിതവും വലിയ കഷ്ടത്തിലാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കായി ശസ്ത്രക്രിയ നടത്തിയ യുവതിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കുടുംബം പോലീസിനും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കർശനമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. ഇനി പൂരം